എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേയുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം ഒരു പുതിയ നിയമ ഇസ്രായേൽ, അതായത് യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ നിയമ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്താണെന്നുള്ളത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ബിബ്ലിക്കൽ ഒരു ക്രിസ്ത്യൻ, അതായത് പുതിയ നിയമ ഇസ്രായേലിലോട്ട് മാറ്റപ്പെട്ട ഒരു ബിബ്ലിക്കൽ ക്രിസ്ത്യൻ, ഒരു ബൈബിളിലെ ഒരു ക്രിസ്ത്യൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ നിയമ ഇസ്രായേലായിട്ട് മാറുന്നതെന്ന് നമ്മൾ കണ്ടു. ആദ്യം നമ്മൾക്കറിയാം, യേശുക്രിസ്തുവിന് നമ്മൾ വിശ്വസിക്കണം, നമ്മളുടെ പാപങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. അതിനുശേഷം നമ്മൾക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിക്കണം. അതിനുശേഷം നമ്മൾ സ്നാനപ്പെടണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വന്നു. അപ്പോൾ ഇനി സ്നാനപ്പെട്ടു എല്ലാം കഴിഞ്ഞ് ഒരു ദൈവ പൈതലിൻ്റെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീർന്നോ? നമ്മൾ പുതിയ നിയമ ഇസ്രായേലായിട്ട് പിന്നെ അങ്ങ് തീർന്നു എന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലേ? നമ്മൾക്കറിയാം, പിന്നെയാണ് നമ്മളുടെ ഒരു ജീവിതയാത്ര, അതായത് ഒരു പുതിയ നിയമ ഇസ്രായേലായിട്ടുള്ള ഒരു ശരിക്കും ബിബ്ലിക്കലി ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ടാണ് ആരംഭിക്കുന്നത്, അല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമാണ് നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? അനുദിന ജീവിതത്തിൽ, അതായത് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തിനാണ് ദൈവത്തിന് ചെവി കേൾക്കത്തില്ലേ, അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലാകത്തില്ലേ, നമ്മൾ ഡെയിലി എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണം, അല്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഡെയിലി നമ്മൾ ദൈവത്തോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, അല്ലേ? നമ്മൾക്കിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾക്കൊരു ബന്ധം നിലനിർത്തണമെങ്കിൽ എന്താണ്? ഇപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തുക്കളാകാം, നമ്മളുടെ ബന്ധുക്കളാകാം, അവരുമൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, അല്ലേ? നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ആവശ്യമാണ്. എന്ന് പറയുന്നത് പോലെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ തുടരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾക്ക് ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങൾ പറയുവാൻ പറ്റും, ദൈവം നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും, അല്ലെങ്കിൽ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പിന് എന്ത് വരുന്നത്? ഒരു ദൃഢത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വളരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകാം. അപ്പോൾ അത് തന്നെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നമ്മൾ യാചിക്കണം ദൈവത്തോട്, അല്ലേ? ദൈവമേ, നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ യാചന രൂപത്തിലായിരിക്കണം ദൈവസന്നിധിയിൽ വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ വലിയ ദൈവത്തോട് കൽപ്പിക്കാനോ, അല്ലെങ്കിൽ ദൈവത്തോട് ആജ്ഞാപിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രെങ്ത് എടുത്തൊന്നും അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. എങ്ങനെ നമ്മൾ സംസാരിക്കാനോ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ യാചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മൾ യാചിക്കുകയാണ് വേണ്ടുന്നത്, അല്ലേ? നമ്മൾക്കറിയാം, നമ്മൾ ഈ ലോക ജീവിതത്തിലോട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മളൊരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം അവിടെ നിന്ന് നമ്മൾക്ക് സാധിച്ച് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ മര്യാദയോടെ സംസാരിക്കണം, അല്ലേ? ഒത്തിരി മര്യാദയോടെ നല്ല വിനയത്തോടെയൊക്കെ നമ്മൾ സംസാരിക്കണം. അതല്ല നമ്മൾ ഇതെൻ്റെ അവകാശമാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എനിക്കിതിപ്പോൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ഡയലോഗ് അടിക്കാൻ പോയാൽ എന്ത് ചെയ്യും? അവർ ഇന്ന് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്ത് തരത്തേ ഉണ്ടാകില്ല. ഇനിയിപ്പോൾ അത് ചെയ്ത് തന്നാൽ തന്നെ അത് കുറേ ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? നമ്മളുടെ ഒരു ടോക്കിംഗ് ശരിയല്ല, അല്ലേ? നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർ നമ്മൾക്ക് ചെയ്തു തരത്തില്ല എന്ന് പറയുന്നത് പോലെ അതിലും എത്രയോ ശ്രേഷ്ഠനാണ് നമ്മളുടെ ദൈവം, അല്ലേ? ആ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും യാചിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യാചിച്ച് കഴിയുമ്പോൾ എന്താണ്? ദൈവം നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ താഴ്മ, അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തികളുടെ ആ ഒരു താഴ്മ എന്ത് ചെയ്യും? ദൈവം കാണും. അതിനെയൊക്കെ ദൈവം കണക്കിടും കേട്ടോ. ദൈവം ഒരു വ്യക്തിയുടെ മനസ്സ് നോക്കും, എങ്ങനെയാണ് എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ താഴ്മയോടെയാണ് യാചിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ദൈവം മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മളെപ്പോഴും ഒരു യാചനാ മനോഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ചോദിക്കും, മക്കളെങ്കിലും അവകാശങ്ങളുമല്ല. നമ്മൾ ക്രിസ്ത്യനായിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ച് സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മക്കളല്ലേ? അങ്ങനെ നമ്മളുടെ വചനത്തിൽ പറയുന്നുണ്ട്, മക്കളെങ്കിൽ അവകാശികളുമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ യാചിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾക്കങ്ങ് ആവശ്യപ്പെടാലോ, അല്ലെങ്കിൽ നമ്മൾക്കങ്ങ് ദൈവത്തോടങ്ങ് ആജ്ഞാപിക്കാനോ
സംസാരിക്കാമല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. അല്ല. ഇപ്പം നമ്മളുടെ കുടുംബത്തിലോട്ട് നമ്മൾ എടുത്താൽ നമ്മൾക്കറിയാം, നമ്മളുടെ പേരൻസിൻ്റെ അടുത്തും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ വളരെ താഴ്മയോടെ, അല്ലേ, നമ്മൾ മക്കളാണ്, അല്ലേ, അപ്പൻ്റെ അമ്മയുടെയും അടുത്ത് അവരാണ് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മളുടെ അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അവർ നോക്കും, അല്ലേ. നമ്മൾ കൽപ്പിക്കാനോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോകാതെ നമ്മൾ വളരെ താഴ്മയോടെ നമ്മൾ അവരോട് സംസാരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് നമ്മൾക്കത് ചെയ്തു തരാനൊരു മനസ്സ് അവർക്കുണ്ടാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ എന്താ പറയുക വഴക്ക് പറഞ്ഞു വിടുവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് മനുഷ്യരെ പോലെ ഒന്നുമല്ല ദൈവം. പക്ഷേ എങ്കിലും എന്താണ്, നമ്മളുടെ പിതാവാം ദൈവം, അല്ലേ, ദൈവം മഹോന്നതനായ ദൈവമാണ്. ആ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം, യാചിക്കണം. അത് ആരാ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, യാചിക്കുവനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു യാചനയോടെ മാത്രമായിരിക്കണം നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കാരണം ഇന്നത്തെ ഈ ലോകത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ ആൾക്കാർ പല വിധത്തിൽ ഈ പ്രാർത്ഥനയെ വികലമാക്കാറുണ്ട്, അല്ലേ. പല വിധത്തിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പാരമ്പര്യമായി എല്ലാവരും ചെയ്തു പോകുന്നത് ഏറ്റുപാടുവന്നതോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ ജൽപ്പനങ്ങൾ, അല്ലേ, കുറേ ഏതാണ്ടൊക്കെ സാഹിത്യ രൂപത്തിലൊക്കെ അടിച്ചു കയറ്റിയിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ദൈവം ആരാണ്? സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ വല്ലതും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വലിയ സാഹിത്യപരമായി നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ആ ദൈവത്തിന് നമ്മളെ അറിയാം. സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം, അല്ലേ. എല്ലാം അറിയുന്ന ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒത്തിരി ആറ്റിറ്റ്യൂഡൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമില്ല, അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ആറ്റിറ്റ്യൂഡൊന്നും എടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ആവശ്യം നമ്മളുടേതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് ദൈവം എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്? യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? കപടഭക്തിക്കാരെ പോലെ ഒത്തിരി ഇങ്ങനെ ചുമ്മാ വലിച്ചു വാരി ഇങ്ങനെ ഒത്തിരി ജൽപ്പനങ്ങളാകരുത്. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രാർത്ഥനകൾ എന്തായിരിക്കണം? യാചനാരൂപത്തിലായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ആകരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദൈവവുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണമായിരിക്കണം എപ്പോഴും പ്രാർത്ഥന എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഡിസിപ്ലിനാണ്. അത് നമ്മൾ പാലിച്ചേ മതിയാകത്തുള്ളൂ. അത് നമ്മൾ പാലിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം തരുവാനിടയായിത്തീരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് ദൈവം പറഞ്ഞിട്ടുണ്ട് ഉപവസിക്കണം. അപ്പോൾ അതിന് മുന്നത്തെ ചാപ്റ്ററുകളിലൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ഉപവസിച്ചൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടല്ലേ. യേശുക്രിസ്തു ഉപവസിക്കാൻ പോയി. പിന്നെ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പോയി, ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്തു? 40 രാവും 40 പകലും ഉപവസിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്? നമ്മൾക്കറിയാം 3.5 വർഷക്കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നു? ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾക്ക് മാതൃകയായിട്ട് കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും വേണം. അപ്പോൾ ഈ ഉപവസിക്കുന്നതും എങ്ങനെയായിരിക്കണം? അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല, അല്ലേ. അത് നമ്മൾ രഹസ്യമായിരിക്കണം. ഇപ്പോൾ പലപ്പോഴുമൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, പല കൂട്ടായ്മകളിലുമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ അല്ലെങ്കിൽ 7 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ അല്ലെങ്കിൽ 21 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ അല്ലെങ്കിൽ 40 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു, എനിക്ക് ദൈവം ഇരിക്കാൻ കൃപ തന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് കൃപ തന്നു എന്നുള്ള ദൈവത്തിൻ്റെ നാമത്തെ മഹത്വമെടുക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ ഞാൻ അത്രയും ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ആത്മീയനാണെന്നോ അല്ലെങ്കിൽ ഒരു ആത്മീയാണെന്നോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറച്ചിലായിട്ടാണ് എനിക്ക് പലപ്പോഴും അത് തോന്നാറുള്ളത്. പക്ഷേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ നിൻ്റെ പിതാവ് മാത്രമേ കാണാവുള്ളൂ. ആര്? നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവേ കാണാൻ പാടുള്ളൂ നമ്മൾ ഉപവസിക്കുന്നത്. അല്ലാതെ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് വാടി മുഖവുമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ കാഹളമൂതി ഒന്നും അറിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ ഫാസ്റ്റിംഗ് തപം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവവുമായിട്ട് മാത്രമായിരിക്കണം. പലപ്പോഴും നമ്മളത് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഗുണം പോലും ഇല്ലാണ്ടാകുക ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അവരുടെ മുൻപിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? ഇത്രയും ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾക്കൊരു അവരുടെ അടുത്ത് നിന്നൊരു ഇത് കിട്ടുക, അപ്രിസിയേഷൻ നമ്മൾക്ക് കിട്ടുക ചെയ്യുന്നത്, അല്ലേ. പക്ഷേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ ഉപവാസങ്ങളും ഒന്നും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് വിളംബരം ചെയ്യാനോ അല്ലെങ്കിൽ പാസ്റ്ററിൻ്റെ അടുത്തോ ആത്മീയ നേതാക്കന്മാരുടെ അടുത്തോ ഒന്നും പോയി നമ്മൾ വിളംബരം ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ എന്തായിരിക്കണം? നമ്മളും ദൈവവുമായിട്ട് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് പറയേണ്ടി വരാറുണ്ട്, അല്ലേ. ചിലപ്പം ചില ബന്ധുവീടുകളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾക്ക് ഭക്ഷണം തരുന്നില്ല, ഞാൻ കഴിക്കത്തില്ല, ഞാൻ ഫാസ്റ്റിംഗ് ആണെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും.
വരുന്നുണ്ട്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണെന്ന് കാണിക്കാൻ എടുത്തു പറയേണ്ട ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട. കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ ഗുണം തന്നെ കിട്ടാതെ ആയി പോകും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ദൈവത്തിൻ്റെ വചനം മാത്യു ചാപ്റ്ററിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മളത് നന്നായിട്ടൊന്ന് വായിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ഇപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷങ്ങളിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് ദൈവം പിന്നെയും പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും അന്വേഷിക്കണം, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ദൈവത്തിൻ്റെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. നമ്മളുടെ ആ ഒരു നിത്യതയെക്കുറിച്ചും ആ ഒരു നിത്യതയ്ക്ക് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്, അവിടെ എന്താണ് എന്നുള്ളതൊക്കെ ദൈവം നമ്മൾക്ക് വചനത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലേ. ദൈവത്തിൻ്റെ രാജ്യം, ആ രാജ്യത്തിൻ്റെ സിസ്റ്റം എല്ലാം നമ്മൾക്ക് ദൈവം പഠിപ്പിച്ചു തരുന്നുണ്ട് വചനത്തിലൂടെ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മൾക്കറിയാം, ദൈവം മാത്രമേ നല്ലൊരു നീതിമാനായ ദൈവമുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. ഓക്കെ, ദൈവത്തിന് മക്കളും പ്രിയമക്കളും ഒക്കെ ഉണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പല പല അളവുകളുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ നീതിയുടെ കാര്യത്തിൽ ദൈവം ആരോടും എല്ലാവരോടും ദൈവം ഒരുപോലെയാണ്. അത് ഏത് വലിയവൻ ചെയ്താലും ഏറ്റവും ചെറിയവൻ ചെയ്താലും നീതി ദൈവം എങ്ങനെയായിരിക്കും? ഒരുപോലെ തന്നെയായിരിക്കും കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, ദൈവത്തിൻ്റെ ആ ഒരു രാജ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആ നീതിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് ആ ദൈവരാജ്യത്തിനെക്കുറിച്ച്, ദൈവരാജ്യത്തിൽ അംഗമാകാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ദൈവം നമ്മൾക്ക് ഒരുക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അനാവശ്യമായിട്ട് കുറേ കാട്ടിക്കൂട്ടലുകളൊന്നും നമ്മൾക്ക് തരുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത്, നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ആ ആവശ്യങ്ങളെല്ലാം ദൈവം നമുക്ക് നിറവേറ്റി തരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഞാനിപ്പോൾ നിങ്ങളെ അംബാനിയാക്കാമെന്നോ അല്ലെങ്കിൽ അദാനിയാക്കാമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ എന്താ പറയുക റോൾസ് റോയ്സ് പോലത്തെ കാറുകളോ ബെൻസ് കാറുകളോ തരാമെന്നൊന്നും ദൈവം പറയുന്നില്ല കേട്ടോ. ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അന്നന്ന് ആവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യും? ദൈവം നമ്മൾക്ക് തരും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ മനുഷ്യന്മാർ അവരുടെ ആർഭാടങ്ങൾക്ക് വേണ്ടി മനുഷ്യന്മാർ തന്നെ പ്രയത്നിച്ചുണ്ടാക്കുന്നതാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, നമ്മളുടെ ആവശ്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ അതിനോട് പറയുന്ന വിധത്തിലാണ് ദൈവം എന്താണ് അടുത്ത വചനങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വയലിലെ എന്താ പറയുക ലില്ലിയെ നോക്ക്, അതിനെയൊക്കെ ഞാൻ എത്രമാത്രം അണിയിച്ചൊരുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നുള്ളതും നാളെ തീയിലിടുന്നതുമായ ഈ എന്താ പറയുക ഈ ചെറിയ ചെറിയ സസ്യങ്ങളെ, അതായത് ഈ വയലിലെ ലില്ലിനെയൊക്കെ ഞാൻ ഇത്രമാത്രം അണിയിക്കുന്നുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികമെന്നാണ് ദൈവം ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പുല്ലിനും പൂവിനും വരെ ഞാൻ ഇത്രയും അതിനെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവശ്വാസം കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയ ഞാൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളോട് ദൈവം എത്രമാത്രം കരുണ കാണിക്കും എന്നാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നതൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവിടെയുള്ള ഈ ലോകത്തിലുള്ള എന്ത് സൃഷ്ടിയെ കഴിഞ്ഞും ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? മനുഷ്യരാണ് അല്ലേ. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, ഇന്നുള്ളതും നാളെ തീയിലിടുന്നതുമായ ഈ വയലിലെ സസ്യങ്ങളെയൊക്കെ ഞാൻ ഇത്രമാത്രം അണിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രയധികം കരുതും എന്നാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമ്മൾക്കൊരു പദവി ദൈവം തന്നിട്ടുണ്ട് അല്ലേ. ദൈവത്തിൻ്റെ മക്കളെന്ന പദവി ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപ്പൻ എന്ത് ചെയ്യും? അപ്പൻ മക്കൾക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നമ്മൾക്ക് ഒരുക്കി തരും. ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും നമ്മൾ അന്വേഷിക്കുക. ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കുക. ആഴമായ വിശ്വാസം നമ്മൾക്കുണ്ടാകുക അല്ലേ. നമ്മളിതിനെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ദൈവത്തോട് നമ്മൾക്ക് എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമില്ലാതെ നമ്മൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തേയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ദൈവത്തോട് യാചിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മളുടെ പ്രാർത്ഥനയുടെ സ്റ്റൈലൊക്കെ നമ്മളൊന്ന് മാറ്റി നോക്കി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് യാചിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം, നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. അതിനകത്ത് സൗഖ്യം വേണോ? സൗഖ്യമുണ്ട്. നമ്മൾക്ക് സാമ്പത്തികമാണോ? അതുണ്ട്. നമ്മളുടെ എന്താ പറയുക ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യമാണോ? അത്. വിവാഹത്തിൻ്റെ കാര്യമാണോ? അത്. ഏത് വിഷയങ്ങൾക്ക് വേണ്ടുന്നതും ദൈവത്തിൻ്റെ അടുത്ത് മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ആ ദൈവം നമ്മളെ ചുമ്മാ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരും. നമ്മൾ യാചിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുവാൻ ഇടയായി തരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക.
എനിവേ പ്രാർത്ഥനയിൽ നമ്മൾക്ക് ഇനിയും ശക്തിപ്പെടാം. ഓർക്കുക, പ്രാർത്ഥന എപ്പോഴും നമ്മൾക്ക് ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തെ പറ്റുന്നിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എപ്പോഴും ഒരു യാചനാ മനോഭാവം നമ്മൾക്കുണ്ടാകുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മളുടെ ആവശ്യങ്ങളിൽ ദൈവം സഹായിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.